السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അനസ് റളിയല്ലാഹു തആല എന്നോട് പറയാണ്, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം, നീ നിൻ്റെ അഹലിൻ്റെ അടുക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, നീ നിൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫസല്ലിം, നീ അവരോട് സലാം പറയണം. തകുൻ ബറകതൻ അലൈക വഅല അഹ്ലി ബൈതിക, അത് നിനക്കും അതുപോലെ തന്നെ നിൻ്റെ വീട്ടുകാർക്കും അതൊരു ബറക്കത്തായി മാറുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മളെല്ലാവരും നാട്ടിലുള്ള എല്ലാവർക്കും സലാം പറയും, നമ്മുടെ കൂട്ടുകാർക്കാണെങ്കിലും നാട്ടിലുള്ള ആളുകൾക്കാണെങ്കിലും ഒക്കെ സലാം പറയും. പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യയോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് അല്ലെങ്കിൽ മക്കളോട് പല ആളുകളും സലാം പറയാൻ മടിയാണ്. അവർ ഡയറക്റ്റ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, അതിലേക്ക് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സലാം കിട്ടാൻ അർഹതയുള്ള ആളുകൾ ആരാണ്? ഒന്ന് നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ ഭാര്യമാരാണ്, അതുപോലെ തന്നെ നമ്മുടെ മക്കളാണ്. അപ്പോൾ അവർക്ക് സലാം പറയുക എന്നുള്ളത് നമുക്കും ഖൈറാണ്, നമുക്കും ബറക്കത്താണ്, അതുപോലെ തന്നെ ആ വീട്ടുകാർക്കും ബറക്കത്താണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. മറ്റൊരു ഹദീസിലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ദഖല അർ-റജുലു ബൈതഹു ഫദക്കറ അല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തആമിഹി ഖാല അശ്-ശൈത്താനു ലാ മബീത ലക്കും വലാ അശാ. ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർത്തു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ പ്രവേശിക്കുന്നത് എങ്കിൽ, അതുപോലെ തന്നെ അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ശൈത്വാൻ അവിടെ പറയും, നിങ്ങൾക്ക് ഇന്നിവിടെ കിടക്കാനുള്ള സൗകര്യവുമില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഭക്ഷണവുമില്ല എന്നും ശൈത്താൻ പറയുമെന്നും അവൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹു നമുക്ക് ആക്കുകയും ചെയ്യുമെന്നൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു മര്യാദയാണ് നമ്മൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ വീട്ടിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരോട് സലാം പറഞ്ഞുകൊണ്ടുമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി വീട്ടിൽ ആരും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്, നമ്മളാണ് ഒറ്റയ്ക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, സലാം പറയണം. അപ്പോൾ സലാം പറയുന്നതിൻ്റെ രൂപം മാറ്റമുണ്ട്. എങ്ങനെയാണ് പറയേണ്ടത്? അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വീട്ടിൽ ആരുമില്ല, നമ്മളാണ് പ്രവേശിക്കുന്നത് എങ്കിൽ നമ്മൾ സലാം പറയേണ്ടത് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കണമെന്നുമൊക്കെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.